KSRTC പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലെ കുടിശ്ശിക 6 മാസത്തിനകം നൽകണമെന്ന് ഹൈക്കോടതി. KSRTC ജീവനക്കാരനായ സുനീഷ് കുമാർ അടക്കം 106 പേർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ദേശീയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള തുക വകമാറ്റി ചെലവഴിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. 2014 മുതൽ 251.63 കോടിയുടെ പെൻഷൻ തുകയാണ് നൽകേണ്ടത്. ഈ തുക സർക്കാർ നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കണമെന്നും KSRTC ജീവനക്കാരുടെ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. 2013 മുതൽ 333.36 കോടി രൂപയാണ് അടയ്ക്കാനുള്ളത്. കുടിശ്ശികയിൽ 81.73 കോടി രൂപ ഇതുവരെ നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധികളെ തുടർന്നാണ് ബാക്കി തുക അടയ്ക്കാൻ സാധിക്കാത്തതെന്നാണ് സർക്കാരിന്റെ വാദം. നിലവിൽ ഹർജിക്കാർക്ക് മാത്രം 15 കോടി രൂപയാണ് നൽകാനുള്ളത്. പ്രതിമാസ കളക്ഷനിൽ നിന്ന് ഇത്രയും തുക നീക്കിവെക്കാൻ നിലവിൽ KSRTCക്ക് സാധിക്കില്ല. 1000-ലേറെ പെൻഷൻകാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ ദിവസേന കളക്ഷന്റെ 10% മാറ്റിവെക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 2007 മുതൽ 2020 വരെ സൗജന്യ യാത്രാ പാസ് ഇനത്തിൽ KSRTCക്ക് കിട്ടേണ്ട 2391.93 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ നടപടിയെടുത്തിട്ടില്ല. ഇതും പെൻഷൻ വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.